കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ല, കൂടുതലാവാം. കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മാംസാഹാരം കഴിക്കുന്ന ശാന്തശീലരും തനി സസ്യാഹാരം കഴിക്കുന്ന ക്രൂര സ്വഭാവികളും ആയിട്ടുള്ളവരെ പരിചയപ്പെടാനിടയായിട്ടുണ്ട്. പക്ഷേ പൊതുവെ നമുക്ക് പറയാൻ പറ്റും, ഒരു മുയൽ, ഒരാട്, ഒരു പശു, ഒരെരുമ, ഇങ്ങനെ കണ്ടിട്ടുള്ള ജന്തുക്കളൊക്കെ ഒരു ഭാഗത്ത് സസ്യാഹാരികളാണ്. ഒരു കടുവ, ഒരു പുലി, ഒരു സിംഹം, ഒരു കഴുതപ്പുലി, ഒരു ചെന്നായ ഒക്കെ വേറെ ഭാഗത്ത്. ആരാണ് കൂടുതൽ ശാന്തരായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്? അത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞ വിഭാഗമാണ്. അത് തന്നെയാ പൊതുവെ, അത്രേ പറയാൻ പറ്റൂ. അതെ അത് തന്നെയാ പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞു. ഇതൊക്കെ മുന്നേ കണ്ടിട്ടായി പറഞ്ഞേ. തനി സസ്യാഹാരം ശീലിക്കുന്ന, തനി സസ്യാഹാരമുള്ള എത്രയോ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായവരുണ്ട്. അതുപോലെ മാംസം അല്ല, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ള ആൾക്കാർ വളരെ ശാന്തശീലരായിട്ടുമുണ്ട്. ഹിറ്റ്ലറൊന്നും ഞാൻ പോവില്ല. എനിക്ക് വളരെ അടുത്ത് പരിചയം ഉണ്ടായിരുന്നൊരമ്മ ഉണ്ട്. ഈ അമ്മയെപ്പോലെ ദുഷ്ടത ചെയ്തൊരമ്മ ലോകത്ത് വേറെ ഉണ്ടോയെന്ന് സംശയമാണ്. അയ്യോ, അത്ര ദുഷ്ടതയാണ്. അവരെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പല്ലുണ്ടാവില്ല. പാവാടേൻ്റെ ഉള്ളിൽ കൂടെ മുളക് അരച്ച് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ പ്രയോഗവും. അവരുടെ പാവം പതി എന്ന് പറയുന്നില്ല, ഭർത്താവ് എത്ര ചീത്തയാ ദിവസം കേൾക്കാന്ന് കണക്കില്ല. അതെ, വല്ലാത്തതാണ്. ഇവര് സസ്യാഹാരമല്ലാതെ ഒരു സാധനം കഴിക്കില്ല. മാംസം കഴിക്കണ പരിപാടിയില്ല. രാവിലെ എണീക്കും ഒരു 3:30-4 മണിയാകുമ്പോൾ. ഏത് തണുപ്പാണെങ്കിലും ശരി, കക്കൂസ് പോയി പല്ല് തേച്ച് കുളിച്ച് വളരെ ദീർഘമായി കുറിയൊക്കെ തൊട്ട് പൂജാമുറിയിലേക്കങ്ങ് കയറും. പൂജാമുറിയിൽ ഒരു 5:30 മണി തൊട്ട് ഒരു 10 മണി വരെ 4.5 മണിക്കൂർ പൂജാമുറിയിലാണ്. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഭാഗവതം, നാരായണീയം, രാമായണം ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമശിവായ, നാരായണായ എല്ലാ ജപവും കഴിഞ്ഞ് 10 മണിക്കാണ്ട് പുറത്തിറങ്ങിയ അയ്യോ തോട്ടങ്ങായി. ആദ്യം തന്നെ മകൻ്റെ പത്നിയെയാണ് ആദ്യം ശരിയാക്കുക. ആ പാവം കരഞ്ഞ് ദുഃഖം അനുഭവിച്ചതിനൊരു കണക്കുമില്ല. ദുഃഖം അനുഭവിച്ചതിന് കണക്കില്ല. അതുപോലത്തെ ഒരു അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല. അത്ര ക്ഷമാശീല, ക്ഷമയുടെ മൂർത്തിയാണ്. അവരൊരു വളരെ അടുപ്പായിരുന്നു നമുക്ക്, ഈ അമ്മയായിട്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലും വലിയ പരിവർത്തനത്തിന് പല കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു കാരണം ഈ അമ്മയാണ്. കാരണം നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ പട്ടി, പൂച്ച തുടങ്ങിയവയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എവിടെ ഉണ്ടെങ്കിലും പട്ടികൾ വരും. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പൂച്ച വരും, ഒക്കെ വരും. അപ്പോൾ പൂച്ച വന്നിങ്ങനെ കളിക്കും, പിടിക്കാം ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഈ അമ്മ പറഞ്ഞു, നീ ആ പൂച്ചേനെ ഒന്ന് പിടിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതിന് വല്ല എന്തെങ്കിലും ലാളിക്കാനോ ചാപ്പാട് കൊടുക്കാനോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പൂച്ചയെ പിടിച്ചു കൊടുത്തു. അടുത്തുള്ള ചുമരിലേക്ക് നോക്കി ഒരൊറ്റ എറാണ്. തല ചുമരുമ്മൽ അടിച്ച് ചെതറി പൂച്ച മരിച്ചു. പാവം പൂച്ച, എന്ത് ചെയ്യാനൊക്കും? സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു അന്നാ കുട്ടിക്ക് അത്ര ചെറിയ കുട്ടിയല്ല, ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കണ കാലാവും. അപ്പോൾ നമുക്ക് നേരിട്ട് അനുഭവമുള്ളതൊക്കെ. സസ്യാഹാരം അല്ലാണ്ട് കഴിക്കില്ല. വെള്ളുള്ളിയൊന്നും തൊടില്ല.
അത്രയാണ്. സാത്വിക ആഹാരമേ കഴിക്കും, സാത്വിക ആഹാരമേ കഴിക്കും. എന്താ ചെയ്യണം? ഇത് ഞാൻ കുറച്ച് അതിശയോക്തി കൂട്ടിയതാണ്. ഉള്ളി വെള്ളുള്ളി കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല. മാംസവും മത്സ്യവും കഴിക്കില്ല, ഉറപ്പാണ്. അരിഷ്ടോ അത് ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല. ഏതായാലും അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഭക്ഷണത്തിനനുസരിച്ചൊന്നും അല്ല ഇത്. എന്നാൽ ഭക്ഷണത്തിനനുസരിച്ചാണിത്. അത് പൊതുവായിട്ട് പറയാൻ പറ്റില്ല, വിശേഷമായിട്ടുള്ള ചില കേസുകളുണ്ടാവും. ഏതായാലും സന്തോഷം.